ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വസയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി വകഫാ ബില്ലാഹി ഷഹീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. സ്നേഹമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ കാരുണ്യവും കൃപയും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. മുസ്ലിമായി നല്ല മനുഷ്യരായി കഴിവിൻ്റെ പരമാവധി ഹറാമുകളിൽ നിന്ന്, തിന്മകളിൽ നിന്ന്, മഹാപാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും സാധിക്കുന്നത്ര നന്മകൾ ചെയ്തുകൊണ്ട് ജീവിതം നന്മയുള്ളതാക്കി തീർക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്നും ഹാജിമാർ പരിശുദ്ധ മക്കയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഹാജിമാരുടെ വിമാനങ്ങളും ഹാജിമാരുടെ യാത്രാ സംഘങ്ങളുമൊക്കെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് വിവിധ രാജ്യങ്ങളിൽ നിന്ന്. ഈ സന്ദർഭത്തിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഹജ്ജ് നിർബന്ധമായിട്ടുള്ളത് ഇസ്ലാം പറയുന്നത് സാമ്പത്തിക ശേഷിയും ആരോഗ്യവുമുള്ള ഒരാളുടെ മേൽ മാത്രമാണ്. അത് ജീവിതത്തിൽ ഒരിക്കലാണ് നിർബന്ധമായിട്ടുള്ളത്. എല്ലാ വർഷവും നിർബന്ധമായും ഹജ്ജ് ചെയ്യണമെന്ന് ഇസ്ലാം പറയുന്നില്ല. പക്ഷേ ഒരു പ്രശ്നം, പ്രിയമുള്ളവരെ, സമ്പത്തുണ്ടായിട്ടും ആരോഗ്യമുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതെ മരണപ്പെട്ടു പോകുക എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള തെറ്റാണ് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. മഹാനായിട്ടുള്ള ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിനെ പോലെ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിനെ പോലുള്ള ആളുകൾ, അവരൊന്നും മുസ്ലിങ്ങളല്ല എന്ന് പോലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സത്യത്തിൽ നമ്മുടെ ആരോഗ്യവും സമ്പത്തുള്ള ഒരാളുടെ മേലുള്ള കടമയാണ്, കടപ്പാടാണ് പരിശുദ്ധമായ ആ മക്കയിൽ ഹറമിൽ ചെന്നുകൊണ്ട് തവാഫും ഹജ്ജിൻ്റെ മറ്റുള്ള കാര്യങ്ങളും ചെയ്തിട്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നുള്ളത് ബാധ്യതയാണ്, കടപ്പാടാണ്, കടമയാണ്, അള്ളാഹിനോടുള്ള കടമയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇംറാനിൽ പറയുന്നുണ്ട്, വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത് മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ. അള്ളാഹുവിനോട് ജനങ്ങളുടെ മേലുള്ള ഒരു കടമയുണ്ട്. അതെന്താണ്? സാധിക്കുന്ന ആളുകൾ ആ ഭവനത്തിങ്കൽ ചെന്ന് ഹജ്ജ് ചെയ്യുക എന്നുള്ളത്. എന്നാൽ ഹജ്ജ് നിർവഹിക്കാതെ, സമ്പത്തുണ്ടായിട്ടും അതോടൊപ്പം ആരോഗ്യമുണ്ടായിട്ടും ഹജ്ജ് നിർവഹിക്കാതെ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ, വമൻ കഫറ, നന്ദികേട് കാണിക്കുകയാണെങ്കിൽ, ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, തീർച്ചയായും അല്ലാഹു ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളെ തൊട്ടും അല്ലാഹു ധന്യനാകുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഹജ്ജ് ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. 5 കാര്യങ്ങളിൽ ഇസ്ലാം കാര്യം നമുക്കറിയാം, അതിൽ ഒന്നാണ് ഹജ്ജ് എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ഇത് പറയാനുള്ള
ഇത് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഹജ്ജിൻ്റെ രീതിയെ സംബന്ധിച്ചാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ഹജ്ജ് ചെയ്തിട്ടുള്ള ആളുകളാണ് നമ്മുടെ കൂട്ടത്തിൽ മിക്ക ആളുകളും. അതുപോലെ മക്കയിൽ പോയിട്ടുള്ള ആളുകളാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട അറഫയും മിനയും മുസ്ദലിഫൊക്കെ വെറുതെ പോയി കണ്ടിട്ടുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. ഏതായിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു കാര്യം അറിയേണ്ടത്, ഇഖ്ലാസോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് കളങ്കമില്ലാത്ത മനസ്സുമായിട്ട് ഹജ്ജ് ചെയ്യുന്ന ഒരാൾക്ക് ആ ഹജ്ജിൻ്റെ മുമ്പുണ്ടായിട്ടുള്ള മുഴുവൻ പാപങ്ങളും, എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള പാപങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കുന്ന, ഒരു ഹജ്ജ് കൊണ്ട് എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്ന മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. എന്താ പറയുക, ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് പാപങ്ങൾ പുറത്തു തരാൻ, എൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ പറ്റുന്നൊരു കർമ്മം. അപ്പോൾ അതിന് നൽകുന്ന മറുപടിയിൽ പറയുകയാണ്, എന്താണ്? വഅന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബ്ലഹു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൻ്റെ ഭാഗമാണ്. അതായത് തീർച്ചയായും പരിശുദ്ധമായ ഹജ്ജ് കർമ്മം അതിനു മുമ്പുള്ള എല്ലാ പാപങ്ങളെയും എല്ലാ തിന്മകളെയും ആയുസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ടോ അതൊക്കെ പുറത്തു കൊടുക്കുന്ന അത്രമാത്രം പ്രാധാന്യമുള്ളതാണ് ഹജ്ജ്. പക്ഷേ എങ്ങനെയായിരിക്കണം? അള്ളാഹിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് കളങ്കമറ്റ മനസ്സോടുകൂടെ ചെയ്യണം ആ ഹജ്ജ്. മറ്റൊരു ഹദീസ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൂടെ പറഞ്ഞാൽ കാര്യം വളരെ വ്യക്തമായി മനസ്സിലാകാൻ വേണ്ടി പറ്റും. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഹജ്ജ ഹാദൽ ബൈത്ത് ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദതുഹു ഉമ്മുഹു. ഇമാം ബുഖാരി അതുപോലെ തന്നെ ഇമാം മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുന്ന വളരെ കനപ്പെട്ട മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ളൊരു ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, മഹാനായ ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരെങ്കിലും ഈ ഭവനം പരിശുദ്ധ കഅബാലയത്തിങ്കൽ വന്ന് ഹജ്ജ് ചെയ്യുന്നുവെങ്കിൽ, എങ്ങനെ? ഫലം യഫ്സുക്ക്, അവൻ്റെ അടുത്ത് ഫുസൂക്ക് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഫുസൂക്ക് എന്ന് പറഞ്ഞാൽ ഒരുവിധ അധാർമിക പ്രവർത്തനങ്ങളും, വാക്കാകട്ടെ, നോക്കാകട്ടെ, നോട്ടമാകട്ടെ, ചലനങ്ങളാകട്ടെ, ഒരു നിലക്കമുള്ള തിന്മയും ഉണ്ടാകാതെ ആയിരിക്കണം ഹജ്ജ്. എന്നിട്ട് പറയാണ്, അശ്ലീലമാകട്ടെ, തെറ്റായ കാര്യങ്ങൾ, അതുപോലെ തർക്കം, ആരോപണം, പ്രത്യാരോപണങ്ങൾ, ഇതൊന്നും അതിൽ പാടില്ല. അങ്ങനെ ഹജ്ജ് ചെയ്താൽ റജഅ കയൗമി വലദതുഹു ഉമ്മുഹു, തൻ്റെ മാതാവ് അവനെ പ്രസവിച്ച ആ ദിവസത്തിലെ പരിശുദ്ധിയോടുകൂടെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട നിലയിൽ ആ ഹറമിൽ നിന്ന് അവന് മടങ്ങിപ്പോരാൻ വേണ്ടി കഴിയും എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രിയമുള്ളവരെ, അപ്പോൾ ഞാൻ ഹജ്ജിൻ്റെ ഈ കർമ്മം പെട്ടെന്ന് പറഞ്ഞു പോകുക. ഇത് ഹജ്ജിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഹജ്ജിനൊക്കെ പുറപ്പെടുന്നതിന് മുമ്പ് നമ്മളാവട്ടെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പോകുമ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ഹജ്ജിന് പോകുമ്പോൾ കൂടെയുള്ള ആളുകൾ നല്ല വിശ്വസ്തരായ, അല്പം ഈമാനിക ബോധമൊക്കെ ഉള്ള, പരലോക ചിന്തയുള്ള ആളുകൾ, അങ്ങനെയുള്ള ഒരു കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം. അതോടൊപ്പം തന്നെ ആർക്കെങ്കിലും ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അത് വീട്ടാൻ വേണ്ടി ശ്രമിക്കണം. ഇനി അത് വീട്ടാൻ സാധ്യമില്ലെങ്കിൽ ഇന്ന ബാധ്യത ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഞാൻ ഹജ്ജിന് പോവുകയാണ്, അത് പോയി വന്നിട്ട് തരാം, അതല്ലെങ്കിൽ ഇന്ന ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്, അയാൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹക്ക് തരും എന്നൊക്കെ പറയണം. അതുപോലെ എന്തെങ്കിലുമൊക്കെ വാക്കുകൊണ്ടോ മറ്റൊക്കെ പ്രശ്നമെങ്കിൽ അത് പറഞ്ഞ് പൊരുത്തം വാങ്ങണം, മാപ്പ് ചോദിക്കണം. നമ്മൾ എന്തെങ്കിലുമൊക്കെ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മാപ്പ് ചോദിക്കണം. ഇതൊക്കെ ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു കടമയാണ്, ഒരു മര്യാദയാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. റദ്ദുൽ മലാലിമി ഇലാ അഹ്ലിഹ എന്ന് പറയും. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു 100 രൂപ എടുത്തിട്ടുണ്ട്, എന്നിട്ട് ഞാൻ ഹജ്ജിന് പോവുകയാണ്. ആ ഹജ്ജ് നല്ല സ്വീകരിക്കൂല. നമ്മളെന്ത് ചെയ്യണം? ആ ഹക്ക് അയാൾക്ക് കൊടുക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ ഹജ്ജിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി അത് ഹജ്ജ് എന്നുള്ളതല്ല, നമ്മൾ ആരുടെ ഹക്ക് എടുത്താലും മരിച്ചു പോയി കഴിഞ്ഞാൽ അതിന് നമ്മൾ സമാധാനം പറയേണ്ടി വരും.
ഒരു തർക്കമില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ചയോ മറ്റു പറയണ്ടായത് ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പരലോകത്ത് പരിപൂർണമായ നീതിയായിരിക്കും. പൂർണ്ണമായ നീതി. 10 ആളെ ഒരാൾ കൊന്നിട്ടുണ്ടെങ്കിൽ, 10 ആളെ ഒരാൾ കൊന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 10 ആളെ കൊന്ന കുറ്റം, അതിനുള്ള ശിക്ഷ കൃത്യമായി നൽകപ്പെടും. ആ നീതിയുടെ ഒരു ഉദാഹരണം മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അന്ത്യലോകത്ത് ഖിയാമത്ത് നാളിൽ 2 ആടുകളെ ഹാജരാക്കും. ഒന്ന് കൊമ്പില്ലാത്ത ആടും, ഒന്ന് കൊമ്പുള്ള ആടും. കൊമ്പുള്ള ആട് ദുനിയാവിൽ വെച്ച് കൊമ്പില്ലാത്ത ആടിനെ അകാരണമായിട്ട് ആക്രമിച്ചിട്ടുണ്ട്. അവിടെ നിരപരാധി ആ കൊമ്പില്ലാത്ത ആടാണ്. ആ കൊമ്പില്ലാത്ത ആട് പരലോകത്ത് അള്ളാന്റെ കോടതിയിൽ കൊമ്പുള്ള ആടിനെ തിരിച്ചാക്രമിക്കുന്ന, അങ്ങനെ നീതി നിർവഹിക്കുന്ന ഒരു ലോകമാണെന്ത് മഹ്ശറ എന്ന് പറയുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ 10, 100, 1000 എത്രയാകട്ടെ, ഇനി സ്ഥലമാകട്ടെ, പണമാകട്ടെ, അതൊക്കെ നമ്മൾ കൊടുക്കാതെ ഹജ്ജിന് പോകാൻ പാടില്ല നമ്മൾ പറഞ്ഞു. അതാണ് നമ്മളെ വിഷയം. പക്ഷേ മരിച്ചു പോകാൻ ഏതായാലും പാടുള്ളതല്ല. അങ്ങനെ പോയാലോ അവിടുന്ന് ഇതിന് സമാധാനം പറയേണ്ടി വരും. എവിടുന്ന്? അള്ളാഹിൻ്റെ കോടതിയിൽ നിന്ന്. ശരി, അങ്ങനെ ഇതൊക്കെ നമ്മൾ ചെയ്യുക. നല്ല സമ്പത്ത് കൊണ്ടായിരിക്കണം നമ്മൾ ഹജ്ജ് ചെയ്യേണ്ടത്. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ജീവിതത്തിൽ ഹറാമ് സംഭവിച്ചാൽ അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്തിട്ടോ നിസ്കരിച്ചിട്ടൊന്നും ഫലമില്ല. അതല്ല സ്വീകരിക്കൂല, ഒരു സംശയവും വേണ്ട. നമ്മൾ ഒരാളുടെ പണം അയാൾക്ക് കൊടുക്കാതെ അതുകൊണ്ടാണ് നമ്മൾ കുടിക്കുകയും കഴിക്കുകയും ധരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളെങ്കിൽ അള്ളാഹ് സ്വീകരിക്കൂല നമ്മുടെ പ്രാർത്ഥനയൊന്നും. പിന്നെ എന്താ റബ്ബിനിക്ക് ഉത്തരം ചെയ്യാത്തതെന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ട് കാര്യമില്ല. എന്താ കാരണം? നീ ഭക്ഷിച്ചത് ഹറാമാണ്, നീ കുടിച്ചത് ഹറാമാണ്, നീ ധരിച്ചത് ഹറാമാണ്. പ്രിയമുള്ളവരെ, അവ നമ്മുടെ എന്ത് ചെയ്യണം? അള്ളാഹു എന്തേ സ്വീകരിക്കുള്ളൂ? ഇന്നല്ലാഹ തആല തയ്യിബുൻ, അള്ളാഹു ഏറ്റവും നന്മയുള്ളവനാണ്, വിശിഷ്ടവാനാണ്. ലാ യഖ്ബലു ഇല്ലാ തയ്യിബ, നല്ലതല്ലാതെ അള്ളാഹു തആല സ്വീകരിക്കൂല, നല്ലതേ സ്വീകരിക്കുള്ളൂ. പിന്നെ പ്രിയമുള്ളവരെ, നമ്മൾ ഹജ്ജിനൊക്കെ പോകുന്ന ഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എല്ലാ തിന്മകളും ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ തിന്മകളിൽ നിന്ന് അള്ളാഹിനോട് നമ്മൾ പശ്ചാത്തപിക്കണം, തൗബ ചെയ്യണം, ആത്മാർത്ഥമായിട്ടുള്ള തൗബ ചെയ്യണം. തൗബയൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യണം കേട്ടോ, എല്ലാ ദിവസവും ചെയ്യണം. റബ്ബേ, എൻ്റെ എല്ലാ പാപങ്ങളും പുറത്തു തരണേ എന്ന് നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. കാരണം എപ്പോഴാണ് അറ്റാക്ക് വരിക, എപ്പോഴാണ് ഹൃദയ സംബന്ധമായ പ്രശ്നം വരിക നമുക്ക് അറിഞ്ഞൂടാ, ക്യാൻസർ വരിക എന്ന് അറിഞ്ഞൂടാ. അള്ളാഹു താല അതുപോലുള്ള എല്ലാ മുസീബത്തുകളിൽ നിന്നും നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, വളരെ ചെറുപ്രായമുള്ള യുവാക്കളായ ആളുകൾ മാരകമായ അസുഖങ്ങൾ ബാധിച്ചിട്ട് ഒന്നിനും വയ്യാതെ, നിങ്ങൾ നോക്കൂ, ഒന്ന് ബാത്റൂമിൽ പോകാൻ കഴിയാതെ, ഒന്ന് മൂത്രമൊഴിക്കാൻ എഴുന്നേൽക്കാൻ വയ്യാതെ, ഒന്ന് ഭക്ഷണം സ്വന്തം കൈകൊണ്ട് വായിലേക്ക് ഇട്ടത് കഴിക്കാൻ വയ്യാതെ, മറ്റൊരാൾ സ്പൂണ് കൊണ്ട് വായിലേക്ക് വെച്ച് കൊടുക്കുന്നത് അത് ശരിയാവണ്ണം ഇറക്കാൻ കഴിയാതെ എത്ര കഷ്ടപ്പെടുന്നുണ്ട്. നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്, ആരോഗ്യമുണ്ട്, എഴുന്നേൽക്കാനും നീക്കാനും നടക്കാനും ഓടാനും ഒക്കെ കഴിവുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? ഇതുപോലുള്ള പരീക്ഷണങ്ങൾ വന്നേക്കാൻ, വരാതിരിക്കട്ടെ. അപകടങ്ങൾ, ദുരന്തങ്ങൾ ഒക്കെ ലോകത്ത് പല ഭാഗത്തും കണ്ടുകൊണ്ടിരിക്കുക. ഒരു വിമാനത്തിന് സംഭവിച്ചത് നമ്മൾ കാണണ്ടായി, വിമാനത്തിന് സംഭവിച്ചില്ലേ UAE-യിൽ. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക? അള്ളാഹു തആല അതുപോലുള്ള എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും പ്രതിസന്ധികളും കാത്തുരക്ഷിക്കുമാറാവട്ടെ, ആമീൻ. പക്ഷേ നമ്മളെന്ത് ചെയ്യണം? നമ്മളെ പാപങ്ങളൊക്കെ പുറത്തു തരാൻ എന്നും അള്ളാഹുവിനോട് തൗബ ചെയ്യണം. തൗബയ്ക്ക് 4 ഷർത്തുണ്ട്. ഒന്ന്, എന്താണ്? നമ്മൾ ചെയ്തു പോയ പാപങ്ങളുടെ പേരിൽ നമുക്ക് ദുഃഖം ഉണ്ടാകണം. 2, ദുഃഖം ഉണ്ടാകുക, ഉദാഹരണം പറയുകയാണെങ്കിൽ, പിന്നെ ഒരാൾ നമസ്കാരം നിർവഹിച്ചിട്ടില്ല, ഇപ്പം ഇന്ന് മഗ്‌രിബ് നമസ്കരിച്ചില്ല, അപ്പോൾ അയാൾക്ക് ദുഃഖം ഉണ്ടാകണം. എന്ത്? റബ്ബേ, എനിക്ക് ഇത്രയും ആരോഗ്യമൊക്കെ ഉണ്ടായിട്ട് ഞാൻ നമസ്കരിച്ചില്ലല്ലോ, ഒതുകൊടുക്കാൻ വെള്ളമുണ്ട്, ഔറത്ത് മറക്കാൻ വസ്ത്രം, നിസ്കരിക്കാൻ സ്ഥലമുണ്ട്, എല്ലാ സൗകര്യമുണ്ട്, എന്നിട്ട് നാം നമസ്കരിച്ചില്ലല്ലോ. അത് ആ ഒരു ദുഃഖം ഉണ്ടാകണം. 2, ഇനി ഒരിക്കലും ആവർത്തിക്കില്ല, ഞാൻ ഈ പാപം, ഇന്ന പാപം ഇനി ജീവിതത്തിൽ ആവർത്തിക്കില്ല എന്ന് റബ്ബിനോട് നമ്മൾ എന്ത് ചെയ്യണം? വാക്ക് കൊടുക്കണം. 3, ആ ചെയ്തു പോയ തെറ്റ് പുറത്തു തരാൻ റബ്ബിനോട് പ്രാർത്ഥിക്കണം. ഇതാണ് 3 ഷർത്തുകൾ, 3 കണ്ടീഷൻ. 4, എന്താണ്? ആളുകളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെങ്കിൽ, ഞാൻ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ട്,
അല്ലെങ്കിൽ ഒരാളിൻ്റെ അടുത്ത് സൂക്ഷിക്കാൻ ഒരു സാധനം തന്നിട്ടുണ്ട്, നിങ്ങളെൻ്റെ പേഴ്സും സൂക്ഷിക്കണം, ഞാൻ പിന്നെ നാട്ടിൽ പോയി വന്നിട്ട് അത് വാങ്ങാമെന്ന് പറയാം, അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ട് ഞാൻ പോയി വാങ്ങി ഞാൻ ഒരു യാത്ര പോകുകയാണെന്ന് പറയാൻ. അങ്ങനെ പ്രിയമുള്ളവരെ, ആ യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ ഇയാൾ കൊടുക്കുന്നില്ലത്, ഇയാളത് സ്വന്തമായിട്ട് എടുക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്താൽ മനുഷ്യരുമായി ബന്ധപ്പെട്ടുള്ള ഹക്കിടപാടാണെങ്കിൽ എന്ത് ചെയ്യണം, അത് തിരിച്ചു കൊടുക്കണം അതിൻ്റെ ആളുകൾക്ക്. എന്നിട്ട് നമ്മൾ പശ്ചാത്തപിക്കണം അള്ളാഹിനോട്, നല്ല തൗബ സ്വീകരിക്കുള്ളൂ. ഇങ്ങനെ 4 ഷർത്തുകളാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ തൗബ ചെയ്യണം. ഇതൊക്കെ എന്ത് ചെയ്യണം, ഹജ്ജിന് പോകുമ്പോൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിലും ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ നാവ് നമ്മൾ സൂക്ഷിക്കണം. പിന്നെ ഹജ്ജിനൊക്കെ പോകുന്ന ആളുകളുണ്ടല്ലോ, ഹജ്ജിനാകട്ടെ ഉംറക്കാകട്ടെ അള്ളാഹിൻ്റെ ചിഹ്നങ്ങളാണ്, അള്ളാഹുവിൻ്റെ ഷിആറുകളാണ്. എന്ത്? പരിശുദ്ധ കഅബാലയം, മദീന പള്ളി, ഇതൊക്കെ അള്ളാഹിൻ്റെ ചിഹ്നങ്ങൾ. അതിനൊക്കെ ബഹുമാനിക്കണം. ബാങ്ക് കേൾക്കുകയാണ്, അതിനെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. അറഫ, മുസ്ദലിഫ, ഇതൊക്കെ അള്ളാഹിൻ്റെ ചിഹ്നങ്ങൾ. അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആദരിക്കണം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ബലി മൃഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. സൂറത്തുൽ മാഇദയിലും സൂറത്തു ഹജ്ജിലൊക്കെ പറയുന്നുണ്ട്. കലായിദ്, പ്രത്യേകം അടയാളം കെട്ടി ഹാജിമാർ അറവിന് കൊണ്ടുവരുന്ന ബലിമൃഗങ്ങൾ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണ്. അവയെ നമ്മൾ എന്ത് ചെയ്യണം, ബഹുമാനിക്കണം. എന്ന് പറഞ്ഞാൽ അത് വരുമ്പോൾ നമസ്തേ എന്ന് പറയില്ല, മറിച്ച് എന്താണ്, അത് അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള ഒരു ഇബാദത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ഒരു സംഗതിയാണെന്നുള്ള നിലക്ക് നമ്മൾ അതിനോട് എന്ത് ചെയ്യണം, ആ ഒരു ബഹുമാനം, ഒരു പ്രത്യേകമായിട്ടുള്ള മാനസികമായ അവസ്ഥയും കാണിക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, ഇതൊക്കെ ഹജ്ജിന് പോകുമ്പോൾ നമ്മൾ കാണിക്കേണ്ടുന്ന മര്യാദയാകുന്നു. അതോടൊപ്പം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, നമുക്ക് പിന്നെ 3 രൂപത്തിലാണ് ഹജ്ജിൻ്റെ രൂപങ്ങൾ. 3 രൂപത്തിലാണ് ഹജ്ജ് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഹജ്ജ് എത്ര രൂപ എന്നറിയില്ല. 3 രൂപങ്ങളാണ്. ഒന്ന് തമത്തു എന്ന് പറയും. തമത്തു എന്ന് പറഞ്ഞാൽ ഉംറ ചെയ്തിട്ട് തഹല്ലുലാകാരണം ഉംറയിൽ നിന്ന് ഉംറ പൂർണ്ണമായി ചെയ്തിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് സാധാ ഡ്രസ്സൊക്കെ എടുക്കുമല്ലോ നമ്മൾ, അതിനാണ് തഹല്ലുലാകെന്ന് പറയാം. എന്നിട്ട് ഹജ്ജിൻ്റെ ദിവസത്തിൽ ഹജ്ജിനായി ഇഹ്റാം ചെയ്ത് ഹജ്ജ് പൂർത്തീകരിക്കുക. ഇങ്ങനെ ഹജ്ജും ഉംറയുമുള്ള ഒരു കർമ്മമാണെന്ത്, തമത്തു ആയിട്ടുള്ള ഹജ്ജ്. രണ്ടാമത്തൊരു രൂപം ഖിറാൻ എന്ന് പറയും. ഖിറാൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, അതായത് നമ്മൾ മീക്കാത്തിൽ വന്നിട്ട് ഉംറക്ക് ഇഹ്റാം ചെയ്യുകയും അങ്ങനെ ഹജ്ജിന് മക്കയിൽ എത്തുന്നതിന് മുമ്പായിട്ട് ഹജ്ജിന് കൂടെ നിയ്യത്ത് കരുതുകയും ചെയ്യുന്ന സമ്പ്രദായത്തിനാണെന്ന് പറയുക, ഖിറാൻ എന്ന് പറയുക. അതിൻ്റെ പ്രശ്നം എന്താ അറിയോ, അയാൾക്ക് മക്കത്ത് ചെന്ന് തവാഫ് കഴിഞ്ഞു, സഅയ് കഴിഞ്ഞു, സഫാ മർവക്കിടയിലുള്ള സഅയ് കഴിഞ്ഞു, എന്നിട്ട് മുടിയെടുക്കാൻ പാടില്ല. അയാൾ ആ ഇഹ്റാമിൽ തന്നെ ഹജ്ജ് പൂർത്തിയാകുന്നത് വരെ കഴിയണം. എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് 10 ജംറയിൽ എറിഞ്ഞ് പിന്നെ ബലി അറുത്ത് മുടി എടുക്കുന്നത് വരെ ആ ഇഹ്റാമിൽ തുടരണം. അതിനാണ് ഖിറാൻ എന്ന് പറയുക. അദ്ദേഹം എന്ത് ചെയ്യണം, ബലി നിർബന്ധമായും കൊടുക്കണം. തമത്വകാരൻ ബലി നിർബന്ധമായി കൊടുക്കണം, ഖിറാനുകാരനും എന്ത് ചെയ്യണം, ബലി നിർബന്ധമായി കൊടുക്കണം. അതോടൊപ്പം തന്നെ ഖിറാനുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ ഖിറാനായിട്ട് ഹജ്ജ് ചെയ്തത് മദീനയിൽ നിന്ന് തന്നെ ബലിമൃഗം കൊണ്ടുപോകുമായിരുന്നു. അവരെന്താ ചെയ്തത്, മദീനയിൽ നിന്ന് തന്നെ. അള്ളാഹിൻ്റെ റസൂൽ എവിടെയായിരുന്നു, മദീനത്തായിരുന്നു അല്ലേ. റസൂലുള്ളാഹിൻ്റെ ഖബർ എവിടെയാ, മദീനയിൽ. റസൂലുള്ള അവസാനം 10 വർഷം ജീവിച്ചത് എവിടെയാ, മദീനത്ത്. ആ മദീനത്ത് നിന്ന് അവർ ബലിമൃഗത്തെ കൊണ്ടുപോയി. പക്ഷേ മക്കത്തെത്തിയപ്പോൾ റസൂൽ കരീം പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീട് സംഭവിക്കുന്നത് മുൻകൂട്ടി ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഈ ബലിമൃഗത്തെ കൊണ്ടുവരുമായിരുന്നില്ല, തമത്വമായിട്ട് ഹജ്ജ് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. കാരണം എന്താ, ഒരാൾക്ക് ആ കാലഘട്ടത്തിൽ മദീനത്ത് നിന്ന് ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്ത് മക്കയിലെത്തി എത്രയോ ദിവസങ്ങൾ വേണം. അവർ മൃഗത്തെ കൂടെ കൊണ്ടുപോകണമെങ്കിൽ എത്ര പ്രസൻറ്റ്, അതിന് പുല്ല് കൊടുക്കണം, വെള്ളം കൊടുക്കണം, അങ്ങനെ ഒരുപാട് ദിവസം അതിനെ നോക്കണം, ശുശ്രൂഷിക്കണം, അങ്ങനെ കൊണ്ടുപോകണം. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട്. അന്നത്തെ പോലെ വാഹനമില്ല, കറണ്ടില്ല, കൂൾ ഡ്രിങ്ക്സ് ഇല്ല, നല്ല റോഡില്ല, ഒക്കെ പ്രശ്നങ്ങളാണ് നബിയുടെ കാലത്ത്. അങ്ങനെ ത്യാഗം സഹിച്ചവർ മക്കയിൽ പോകാൻ. എന്നിട്ട് റസൂൽ കരീം പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്, ഞാൻ പിന്നീട് സംഭവിക്കുന്നത് മുൻകൂട്ടി അറിഞ്ഞിരുന്നുവെങ്കിൽ
ഞാൻ ഈ ബലിമൃഗത്തെ കൊണ്ടുവരുമായിരുന്നില്ല എന്ന് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണ്ടായി. അതിൻ്റെ അർത്ഥത്തിലാണ് തമത്വമായിട്ട് ഹജ്ജ് ചെയ്യാണ് ഏറ്റവും അഫ്ളലി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഉംറ പൂർത്തീകരിക്കുക, പിന്നീട് ഹജ്ജിൻ്റെ ദിവസം ഹജ്ജിന് ഇഹ്റാം ചെയ്ത് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ പൂർത്തീകരിക്കുക. ഇനി മൂന്നാമത്തെ രൂപം ഇഫ്രാദ് എന്ന് പറയും. തമത്വ, ഖിറാൻ, ഇഫ്രാദ്. ഇഫ്രാദ് എന്ന് പറഞ്ഞാൽ ഹജ്ജ് മാത്രം എന്ന് പറയുമ്പോൾ ദുൽഹജ്ജ് 8-നാണ് ഹജ്ജ് തുടങ്ങുക. എല്ലാ വർഷവും അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ദുൽഹജ്ജ് 8-നാണ് ഹജ്ജ് തുടങ്ങുക. അന്ന് എന്ത് ചെയ്യുക? ഹജ്ജിന് ഇഹ്റാം ചെയ്ത് ഹജ്ജ് മാത്രം ചെയ്യുക. അതിനാണ് ഇഫ്രാദായ ഹജ്ജ്, മുഫ്രിദായ ഹജ്ജ് എന്ന് പറയുക. അതിന് ബലികർമ്മം നിർബന്ധമല്ല, ബലി ചെയ്യേണ്ടതില്ല. മനസ്സിലായല്ലോ? ഇതാണ് 3 രൂപം. ഇനി ഏറ്റവും അഫ്ളലായ, ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന രൂപം ഏതാണ്? തമത്വ ആയിട്ടുള്ള ഹജ്ജാണ്. തമത്വ ആയിട്ടുള്ള ഹജ്ജ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചുരുക്കി പറയാം. ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഉംറ ചെയ്യണം. ഉംറ ചെയ്യാൻ എന്ത് ചെയ്യണം? ഉംറക്കാകട്ടെ ഹജ്ജിനാകട്ടെ മീക്കാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യണം. മീക്കാത്തിൽ നിന്ന് നമ്മൾ ഇഹ്റാം ചെയ്യണം. ഇഹ്റാം ചെയ്യുക എന്നുള്ളത് ഹജ്ജിൻ്റെ ഉംറൻ്റെയും നിർബന്ധ കാര്യമാണ്. ഇഹ്റാം ചെയ്യുക എന്നുള്ളത്. അത് മീക്കാത്ത് നിന്നാകുക എന്നുള്ളതോ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കണം. മീക്കാത്ത് നിന്ന് ഇഹ്റാം ചെയ്യാതെ കടന്നു പോകുന്ന ആളെന്ത് ചെയ്യണം? അയാൾ അത് ഓർമ്മ വന്നാൽ അല്ലെങ്കിൽ കാര്യം മനസ്സിലായാൽ മീക്കാത്തിലേക്ക് തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യണം? ഇഹ്റാം ചെയ്യണമെന്നാണ്. മനസ്സിലാക്കണം. ഇതൊക്കെ ഗൗരവമുള്ള സംഗതിയാണ്. ഇനി അതിന് സാധ്യമല്ല എങ്കിലോ പ്രിയമുള്ളവരെ, അതിന് സാധ്യമല്ല എങ്കിൽ ആ മീക്കാത്ത് തെറ്റിയതിൻ്റെ പേരിൽ അയാൾ ഫിദിയ നൽകണം എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അപ്പം നമ്മൾ പരമാവധി എന്ത് ചെയ്യുക? മീക്കാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക. ഇനി എന്ത് ചെയ്യുക? അതിന് സാധ്യമില്ലെങ്കിൽ ഇപ്പോൾ വിമാനത്തിലൊക്കെ വരുന്ന ആളുകളെ അവർ മീക്കാത്ത് പോകാൻ കഴിയില്ല. അവരെന്ത് ചെയ്യണം? ഇപ്പം നാട്ടിൽ നിന്ന് തന്നെ കുളിച്ച് ഇഹ്റാമിൻ്റെ വസ്ത്രമൊക്കെ ധരിച്ച് മീക്കാത്തിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ എന്ത് പറയും? അനൗൺസ് ചെയ്യും അല്ലേ? അനൗൺസ് ചെയ്യും ഹജ്ജ് കമ്മിറ്റിയിലൊക്കെ വരികയാണെങ്കിൽ. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? അപ്പം നീയത്ത് കരുതിയാൽ മതി. ഓക്കെ. ഇനി നമ്മൾ ഈ മീക്കാത്തിൽ പോകണം. മീക്കാത്തുകൾ 4-5 മീക്കാത്തുകളുണ്ട്. മീക്കാത്തൊക്കെ ഗവൺമെൻറ് നിശ്ചയിച്ചതല്ല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിശ്ചയിച്ച. ഏതൊക്കെയാണ് മീക്കാത്തുകൾ? ദുൽഹുലൈഫ, മദീനക്കടുത്തുള്ള ദുൽഹുലൈഫ. മദീനയുടെ 6 കിലോമീറ്റർ വ്യത്യാസമുള്ള സ്ഥലമാണത് ദുൽഹുലൈഫ. ഇന്ന് അതിന് അബയാർ അലി എന്ന് പറയുക. അവിടെ വെച്ചിട്ടാണ് ആര് ഇഹ്റാം ചെയ്തത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹ്റാം ചെയ്തത്. മറ്റൊന്ന് കർനുൽ മനാസിൽ. മറ്റൊന്ന് യലംലം. യമനുകാരൊക്കെ വരുന്ന, നമ്മൾ ഇന്ത്യക്കാരൊക്കെ വരുന്ന യലംലം എന്ന് പറയും. അതിനിപ്പോൾ സഅദിയ എന്ന പേര് പറയുക, ജിദ്ദ വഴി വരുന്ന അത്. മറ്റൊന്ന് അൽ ജുഹ്ഫ, ഇറാഖുകാരും ഷാമുകാരൊക്കെ വരുന്ന ഇതാണ് അൽ ജുഹ്ഫ. മറ്റൊന്ന് ദാതു ഇർഖ്, ഇറാഖുകാർ കടന്നു വരുന്നത്. ഇങ്ങനെ 4-5 മീക്കാത്തുകളാണ് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. ഈ മീക്കാത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇഹ്റാം ചെയ്യേണ്ടതുണ്ട്. ഇനി മീക്കാത്തിൽ പോയി കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്താണ് എന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് നമ്മൾ അവിടെ നിന്ന് കുളിക്കൽ സുന്നത്താണ്. ഇഹ്റാമിലുള്ള കുളി സുന്നത്താണ്. അതൊന്നുമില്ല, നമ്മൾ ബിസ്മിയൊക്കെ ചൊല്ലി ഞാൻ ഇഹ്റാമിന് വേണ്ടി കുളിക്കുകയാണെന്ന് മനസ്സിൽ കരുതി നമ്മൾ കുളിക്കുക. സാധാരണ നമ്മൾ ജനാബത്തൊക്കെ കുളിക്കുന്നത് പോലെ കുളിച്ചാൽ വളരെ നല്ലത്. കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ വുളുവൊക്കെ ചെയ്യുക. എന്നിട്ട് തുന്നിയ വസ്ത്രങ്ങളൊക്കെ ഒഴിവാക്കണം. തുന്നിയ വസ്ത്രങ്ങൾ ഒഴിവാക്കുക. നീയത്ത് കരുതുന്നതിന് മുമ്പ് ശരീരത്തിലോ തലയിലോ താടിയിലോ ഒക്കെ സുഗന്ധം പൂശുന്നതിനും അത് സുന്നത്ത് തന്നെയാണ്. എപ്പോൾ? നീയത്ത് കരുതുന്നതിന് മുമ്പായിട്ട്. അങ്ങനെ ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? വുളുവിൻ്റെ സുന്നത്തോ അല്ലെങ്കിൽ ലുഹാ നമസ്കാരമോ അല്ലെങ്കിൽ പള്ളിയിൽ പോയിട്ട് തഹിയ്യത്തൊക്കെ ആയിട്ട് 2 റക്അത്ത് നമസ്കരിക്കുക. ഫറലാണെങ്കിൽ, ഫറലിൻ്റെ ടൈമാണെങ്കിൽ ഫറൽ നമസ്കരിച്ചാലും മതി. അല്ലാതെ ഇഹ്റാമിന് മാത്രമായിട്ട് പ്രത്യേക സുന്നത്ത് നമസ്കാരം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇഹ്റാമിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ, എപ്പോഴാണ് ഇഹ്റാമിൽ പ്രവേശിക്കുക? ഈ നമസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ വാഹനത്തിൽ വന്ന് ഇരുന്നിട്ട് നമ്മൾ വാഹനം അനങ്ങാൻ തുടങ്ങുമ്പോൾ, വാഹനം മുന്നോട്ട് ചലിക്കാൻ തുടങ്ങുമ്പോൾ ഉടനെ എന്ത് ചെയ്യുക? ആ മീക്കാത്തിൽ വെച്ച് തന്നെ നമ്മൾ നിയ്യത്ത് കരുതണം. ഇപ്പോൾ ഉംറൻ്റെ നിയ്യത്താണെങ്കിൽ ലബ്ബൈക്ക് അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറയാം, അല്ലെങ്കിൽ അല്ലാഹുമ്മ ലബ്ബൈക്ക് ഉംറത്തൻ എന്ന് പറയാം. ആദ്യം മനസ്സിൽ കരുതുക. ഹജ്ജാണെങ്കിൽ, ഹജ്ജ് മാത്രമാണെങ്കിൽ അല്ലാഹുമ്മ ലബ്ബൈക്ക് ഹജ്ജ് എന്ന് പറയാം. ഇവിടെ നമ്മൾ വിശദീകരിക്കുന്നത് എന്താ?
തമത്വമായിട്ടുള്ള ഹജ്ജാണ്. അതെന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ മുതമത്തിഅൻ ബിഹാ ഇലൽ ഹജ്ജ് എന്നാണ് അതിൻ്റെ നിയ്യത്ത് പറയേണ്ടത്. ശരി, ആ നിയ്യത്തൊക്കെ കരുതി നമ്മളിപ്പോൾ ഇഹ്റാമിൽ പ്രവേശിച്ചു. ആ നിയ്യത്ത് കരുതിയത് മുതൽ പരിശുദ്ധ കഅബാലയം കാണുന്നത് വരെ നമ്മൾ തൽബിയത്ത് ചെല്ലണം. അത്രയും തൽബിയത്ത് ചെല്ലാം. മനസ്സിലായല്ലോ? ഉംറക്കാരന് ഇഹ്റാം ചെയ്തത് മുതൽ കഅബാലയം കാണുന്നത് വരെ തൽബിയത്ത് ചെല്ലാം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. അള്ളാഹു ഏകനാണ്, അവന് യാതൊരു പങ്കുകാരനുമില്ല, അവനാണ് എല്ലാ ആധിപത്യവും അധികാരവും അനുഗ്രഹങ്ങളും എന്നുള്ള അള്ളാഹുവിൻ്റെ ഏകദൈവത്വം, അള്ളാഹു ഏകനാണ് എന്നുള്ള പരമപരിശുദ്ധമായ തൗഹീദിൻ്റെ ആ ഒരു പ്രഖ്യാപനം നമ്മൾ നടത്തുകയാണ്. അതാണ് പ്രിയമുള്ളവരെ തൽബിയത്ത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ രോമങ്ങളോ തൊലിയോ നഖമോ ഒന്നും തന്നെ നമ്മൾ മനഃപൂർവ്വം നീക്കം ചെയ്യാൻ പാടില്ല. കരുതി കൂട്ടി നമ്മൾ നീക്കം ചെയ്യാൻ പാടില്ല, ഹറാമാണത്. ഇഹ്റാമിൽ പ്രവേശിച്ചാൽ രോമമോ നഖമോ തൊലിയോ ഒന്നും നീക്കം ചെയ്യാൻ പാടില്ല. ചെയ്തു കഴിഞ്ഞാൽ അത് കുറ്റകരമാണ്. 2, നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്, ഇഹ്റാമിൽ പ്രവേശിച്ചാൽ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. സ്പ്രേ, അത്തർ ഇതൊന്നും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. സുഗന്ധമുള്ള മറ്റുള്ള വസ്തുക്കളും ഒഴിവാക്കണം നല്ലത്. 3, നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, തുന്നിയ വസ്ത്രം ഒഴിവാക്കണം. ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചുറ്റിപ്പൊതിയുന്ന ഒരു വസ്ത്രവും ധരിക്കാൻ പാടില്ല. അണ്ടർവെയർ അടക്കം നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. ആ ഒരു ഉടുമുണ്ടും ഒരു മേൽമുണ്ടും മാത്രമാണ് നമ്മൾ ധരിക്കേണ്ടത്. പിന്നെ നമ്മൾ വിവാഹ ബന്ധം പാടില്ല, സ്ത്രീ പുരുഷ ബന്ധം പാടില്ല, വിവാഹ അന്വേഷണം പാടില്ല, വിവാഹവുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ പാടില്ല. ഇതൊക്കെ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ഇനി പ്രിയമുള്ളവരെ, ഇങ്ങനെ നമ്മൾ മക്കയിലെത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, തവാഫ് ചെയ്യണം, തവാഫ് ചെയ്യണം. തവാഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 7 ചുറ്റാണ് തവാഫ്. ഹജറുൽ അസ്വദ് മുതൽ ആരംഭിച്ച് ഹജറുൽ അസ്വദ് വരെ ഉള്ള ഒരു ഇതാണ്, ചുറ്റിനാണ് എന്ത് പറയുക, അങ്ങനെയുള്ള 7 ചുറ്റിനാണ് തവാഫ് എന്ന് പറയുക. അതിലെ ആദ്യത്തെ 3 നമ്മൾ സ്പീഡിൽ നടക്കണം എന്നാണ്, ബാക്കി 4 സാധാഗതിയിൽ നടന്നാലും മതി എന്നാണ് പറയുന്നത്. അങ്ങനെ തവാഫ് നമ്മൾ ചെയ്യാണ്. തവാഫ് ചെയ്യുമ്പോൾ ഹിജർ ഇസ്മായിലിൻ്റെ പുറത്തുകൂടെ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. വേറൊന്ന് പ്രിയമുള്ളവരെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. തവാഫിൻ്റെ 7 ചുറ്റി കഴിഞ്ഞാൽ 2 റക്അത്ത് നമസ്കരിക്കുക. അത് നമ്മുടെയും കഅബയുടെയും ഇടയിൽ മഖാം ഇബ്രാഹിം വരുന്ന രൂപത്തിൽ നിലകൊള്ളുക. അല്ലെങ്കിൽ സാധിക്കുന്നില്ല എങ്കിൽ ഹറമിൽ എവിടെ വെച്ച് നമസ്കരിച്ചാലും മതി. ആ നമസ്കാരം കൂടെ നിർവഹിക്കുമ്പോഴേ നമ്മൾ ആ തവാഫ് പൂർത്തീകരിക്കുള്ളൂ. പിന്നെ സംസം കുടിക്കുക, സഫാ മർവക്കിടയിൽ സഅയ് നടത്തുക, പുരുഷന്മാർ പച്ചടയാളങ്ങൾക്കിടയിൽ ഓടുക, സഫയിൽ നിന്ന് മർവയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 1 മർവയിൽ നിന്ന് സഫയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 2 അങ്ങനെ 7 സഫയിൽ നിന്ന് ആരംഭിച്ച് മർവയിൽ അവസാനിക്കുന്നു. സഫയിലേക്ക് എത്തുമ്പോൾ വിശുദ്ധ ഖുർആനിലൊരു ആയത്തോതണം, ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാ എന്നുള്ള ആയത്തോതണം. സൂറത്തു അൽ ബഖറയിലെ 158 ആയത്താണ്. അത് ഓതി നമ്മൾ സഫയുടെ മുകളിൽ മർവയുടെ മുകളിലൊക്കെ എന്ത് ചെയ്യണം, കഅബയിലേക്ക് തിരിഞ്ഞ് കൈകൾ 2 ഉയർത്തി അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ അൻജസ വഅദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹ്ദ എന്നിങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടുന്നത്. പ്രിയമുള്ളവരെ, നേരത്തെ നമ്മൾ തവാഫിൻ്റെ കാര്യം പറഞ്ഞു. തവാഫ് ചെയ്യുമ്പോൾ നമ്മളെ മേൽമുണ്ട് എന്ത് ചെയ്യണം എന്നറിയാങ്ങൾ, അത് ഒരു പ്രത്യേകമായ രൂപത്തിൽ നമ്മൾ ധരിക്കണം. അതായത് അൻ യജ്അല വസ്തരിദാഇഹി തഹ്ത ഇബ്തിഹിൽ ഐമൻ, വലത് കക്ഷത്തിൻ്റെ താഴെ ആയിരിക്കണം ഈ വസ്ത്രത്തിൻ്റെ മേൽമുണ്ടിൻ്റെ മധ്യഭാഗം. വതറഫൈഹി അലാ കത്ഫിൽ ഐസർ, അതുപോലെ ആ മേൽമുണ്ടിൻ്റെ 2 അറ്റങ്ങളും ഇടത് ചുമൽ മൂടുകയും ചെയ്യണം. ഈ രൂപത്തിലായിരിക്കണം. അതുപോലെ നമ്മൾ ആദ്യത്തെ 3 ചുറ്റൽ സ്പീഡിൽ നടക്കണം എന്ന് പറയേണ്ടായി. കാലടികൾ അടുത്തടുത്തായിട്ട് അതിന് റമ്മല് എന്ന് പറയുക. ശരി, ഈ സഫാ മർവക്കിടയിൽ ഈ പ്രാർത്ഥന 3 തവണ നമ്മൾ പ്രാർത്ഥിക്കണം. മറ്റുള്ള പ്രാർത്ഥനകളുമാകാം. ഏറ്റവും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളാണ് സഫാ മർവ. ശരി, പ്രിയമുള്ള സഹോദരങ്ങളെ, അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, മുടിയെടുക്കണം. മുടിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹജ്ജ് ഉംറയുടെയൊക്കെ
നിർബന്ധ കാര്യമാണ്. തമത്വമായിട്ട് ഹജ്ജ് ചെയ്യുന്ന ആൾ ഉംറ മുഴുവൻ മുടികളിൽ നിന്ന് എടുക്കണം. അവിടെ നിന്ന് ഇവിടുന്ന് ഓരോ രോമം എടുത്താൽ പോരാ, മുഴുവൻ മുടിയിൽ നിന്നും എന്ത് ചെയ്യുക, എടുക്കുക. എന്നിട്ട് തഹല്ലുല, ഇനി നമുക്ക് കുളിച്ച് വസ്ത്രമൊക്കെ മാറ്റി ഹജ്ജിൻ്റെ ദിവസം, അതെന്താ, ദുൽഹജ്ജ് 8-നാണ്. ദുൽഹജ്ജ് 8-നാണ് ഹജ്ജ് ആരംഭിക്കുക. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലായിരുന്നു. മക്കയിൽ അബ്തഹ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അപ്പോൾ ഹാജിമാരും ഹജ്ജിൻ്റെ ദിവസം ദുൽഹജ്ജ് 8-ന് മക്കയിൽ എവിടെയാണോ ലോഡ്ജ് താമസം, അവിടെ നിന്ന് അവരുടെ റൂമുകളിൽ നിന്ന് കുളിച്ച് ഇഹ്റാം ചെയ്യുക. അല്ലാതെ ഹജ്ജിനായിട്ട് അന്ന് മീക്കാത്തിൽ പോകേണ്ടതില്ല. എന്നിട്ട് ഹജ്ജിന് ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ എന്നൊക്കെ നിയ്യത്ത് കരുതി നമ്മളെന്ത് ചെയ്യുക, അവർ മിനായിലേക്ക് പോകണം. ലുഹാ സമയത്ത് രാവിലെ ഒരു 9-10 മണിക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഹാജിമാർ ദുൽഹജ്ജ് 8-ന് മിനായിലേക്ക് പോകണം. എന്നിട്ട് 9-ന് മിനായിൽ എന്ത് ചെയ്യണം, 9-ന് ഫജ്ർ വരെ എന്ത് ചെയ്യണം, മിനായിൽ കഴിച്ചു കൂട്ടണം. അത് സുന്നത്താണ്, നിർബന്ധമല്ല, സുന്നത്താണ്. നമസ്കാരങ്ങൾ കസ്റാക്കി നമസ്കരിക്കണം, ജമ്മാക്കാൻ പാടില്ല. കസ്റാക്കി അതാത് വക്തുകൾ നമസ്കരിക്കണം. ശരി, ദുൽഹജ്ജ് 9-ന് അറഫ ദിവസം എന്ന് പറയും, യൗമു അറഫ. ദുൽഹജ്ജ് 8-ന് യൗമു തെർവിയ എന്ന് പറയുക. ദുൽഹജ്ജ് 9-ന് അറഫ ദിവസം എന്ന് പറയും. അറഫ ദിവസം സൂര്യൻ ഉദിച്ചതിന് ശേഷം മിനായിൽ നിന്ന് ഹാജിമാരെന്ത് ചെയ്യണം, അറഫയിലേക്ക് പോകണം. അറഫ ദിവസമാണ് ഹജ്ജിൻ്റെ ഏറ്റവും സുപ്രധാനമായ ദിവസം. ഏറ്റവും കൂടുതൽ അല്ലാഹു തആല നരകവാസികളെ മോചിപ്പിക്കുന്ന ദിവസം ഏതാ, അറഫ ദിവസം. അല്ലാഹു തആല 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് അറഫ മൈതാനിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഹാജിമാരെ ചൂണ്ടിക്കാണിച്ചിട്ട് മലായിക്കത്തുകളോട് അഭിമാനം കൊള്ളുമെന്നുള്ളതാ. ഇതാ നോക്കൂ, ഇവരെന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് ഹാജിമാർ ആഗ്രഹിക്കുന്നത്, അള്ളാഹുവിൻ്റെ റബ്ബിൻ്റെ റഹ്മത്താണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്ന. അപ്പോൾ നമ്മൾ അന്ന് എന്ത് ചെയ്യണം, ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കണം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫ ദിവസത്തിലെ പ്രാർത്ഥന, ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന പറയണ്ടായി, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നിങ്ങൾ നോക്കൂ, എന്താ പറയുന്നത്, റബ്ബേ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായിക്കൊണ്ട് അല്ലാഹുവല്ലാതെ മറ്റാരും തന്നെ ഇല്ല. കണ്ടങ്ങൾ, അള്ളാഹിനെ കുറിച്ചാണ് പറയുന്നത്. അള്ളാഹ് ഏകനാണ്, അവനെ മാത്രമേ ആരാധിക്കാവൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, വേറെ ആരോടും ഇബാദത്തുകൾ സമർപ്പിച്ചുകൂടാ. അതിങ്ങനെ ആവർത്തിച്ച് പ്രാർത്ഥിക്കണമെന്നാ. അറഫ ദിവസം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രിയമുള്ളവരെ, ധാരാളമായിട്ട് പ്രാർത്ഥിക്കുക, ധാരാളമായിട്ട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, പാപമോചന പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക. അറഫയിൽ ആണ് ഞാൻ നിൽക്കുന്നത് എന്ന് ഓരോ ഹാജി ഉറപ്പുവരുത്തണം. ആളുകൾ പല സ്ഥലത്തുണ്ടാവും, അറഫൻ്റെ പുറത്തുനിന്ന് ആ ഹജ്ജ് കിട്ടൂല. കാരണം എന്താ, അൽ ഹജ്ജു അറഫ, നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അറഫയിൽ നിന്നാലേ ഹജ്ജ് കിട്ടുള്ളൂ. അപ്പോൾ അറഫയിലാണോ ഞാൻ നിലകൊള്ളുന്നത് എന്ന് എന്ത് ചെയ്യണം, ഓരോ ഹാജി ഉറപ്പുവരുത്തണം. പകലിൽ ആ അറഫയിൽ നിന്ന് ആളെന്ത് ചെയ്യണം, മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നത് വരെ, അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ അറഫ മൈതാനത്ത് അവിടെ എന്ത് ചെയ്യണം, നിൽക്കണം എന്ന് പറഞ്ഞാൽ നിൽക്കുന്നേ വേണ്ട, ഇരിക്കാൻ, കിടക്കാൻ, നിൽക്കുക ഒക്കെ ചെയ്യാം. ഏത് രൂപത്തിലും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം. അറഫയിൽ ഇമാമ് ഖുത്ബ നിർവഹിക്കും. ആ ഖുത്ബ ശ്രദ്ധിച്ച് കേൾക്കണം. ആ ഖുത്ബക്ക് ശേഷം എന്ത് ചെയ്യണം, ലൊഹറും അസറും ജമ്മും കസറുമായിട്ട് നമ്മളെന്ത് ചെയ്യണം, നമസ്കരിക്കണം. എന്നിട്ട് ധാരാളം പ്രാർത്ഥനയിൽ മുഴുകണം. എന്നിട്ട് ആ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഹാജിമാരെന്ത് ചെയ്യണം, അറഫയിൽ നിന്ന് മഗ്രിബ് നമസ്കരിക്കാതെ മുസ്ദലിഫയിലേക്ക് പോകണം. മുസ്ദലിഫയിൽ രാപ്പാർക്കണം. ആ രാപ്പാർക്കുന്നതിന് മുമ്പായിട്ട് അവിടെ പോയിട്ട് മഗ്രിബ് ഇശ എന്ത് ചെയ്യണം, നമസ്കരിക്കണം. മുസ്ദലിഫയിൽ ഉറങ്ങുകയാണ് ഇബാദത്ത്. മഗ്രിബ് ഇശ നമസ്കരിക്കുക, അവിടെ ഉറങ്ങുക. അങ്ങനെ മുസ്ദലിഫയിൽ ഉറക്കം കഴിഞ്ഞാൽ പിറ്റേന്ന് പ്രഭാതത്തിൽ അവ്വൽ സുബഹിക്ക് നമസ്കരിച്ച് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നോടിയായിക്കൊണ്ട് പ്രിയമുള്ളവരെ അവർ മഷ്അറുൽ ഹറാമിലെത്തണം. മുസ്ദലിഫയിൽ ഇന്ന് പള്ളിയൊക്കെ നിൽക്കുന്ന ആ ഭാഗത്ത് മഷ്അറുൽ ഹറാം എന്ന് പറയും. അവിടെ പോയിട്ട് പ്രാർത്ഥിക്കണം. അവിടെ അതൊക്കെ സുന്നത്താണ്. അങ്ങനെ എന്ത് ചെയ്യണം, ദുൽഹജ്ജ് 10-ആണ്. 10-ന് എന്താ പറയുക, യൗമുൽ ഈദ്, പെരുന്നാൾ ദിവസം, യൗമുൻ നഹർ, അറവിൻ്റെ ദിവസം. അന്നാണ് ജംറത്തുൽ കുബ്രയിൽ പോയിട്ട് ഒരു ജംറയിൽ മാത്രമാണ് എറിയുക. ഹാജിമാർ അന്ന് 5 കർമ്മങ്ങളുണ്ട് ദുൽഹജ്ജ് 10-ന്. ഒന്നാമത്തെ കർമ്മം ജംറത്തുൽ കുബ്രയിൽ എറിയുക, 7 കല്ലെറിയുക. രണ്ടാമത്തെ കർമ്മം ബലി അറുക്കുക, അതിനവിടെ ബാങ്ക് ഉണ്ട്, അവിടെ അതിൻ്റെ പൈസ കൊടുത്താൽ മതി. മൂന്നാമത്തെ കർമ്മം മുടി കളയുക, പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുക, മുണ്ടനം ചെയ്യുക. ഇതാണ് ആദ്യത്തെ 3 കർമ്മം. പിന്നെ എന്ത് ചെയ്യണം, ഹാജിമാരന്ന് ഹജ്ജിൻ്റെ തവാഫുൽ ഇഫാദ നിർവഹിക്കണം, സഅയ് ചെയ്യണം, ഹജ്ജിൻ്റെ സഅയ് ചെയ്യണം. മനസ്സിലായല്ലോ? ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ട് തഹല്ലുലായി, പൂർണ്ണമായിട്ട് ഇനി സാധാരണ വസ്ത്രം ധരിക്കാം,
സ്ത്രീ പുരുഷ ബന്ധമൊക്കെ പുലർത്താം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം? ഹജ്ജിൻ്റെ അന്ന് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. രാത്രി മിനയിൽ അന്ന് താമസിക്കൽ എന്താ നിർബന്ധ. ദുൽഹജ്ജ് 11-ന്റെ രാവ് 12-ന്റെ രാവ് അന്ന് ആ രാത്രിയുടെ മുഖ്യ ഭാഗങ്ങളിൽ മിനായിൽ താമസിക്കൽ ഹജ്ജിൻ്റെ നിർബന്ധ കാര്യമാകുന്നു, വാജിബാത്തുകളിൽ പെട്ടതാകുന്നു. 11-നും 12-നും 13-നും നമ്മൾ എന്ത് ചെയ്യുക? 3 ജംറകളിൽ, ജംറത്ത് സുഗ്റ, വുസ്ത, കുബ്ര, 3 ജംറകളിലും 7 വീതം കല്ലുകൾ എറിയണം ഉച്ചതിരിന് ശേഷം. ദുൽഹജ്ജ് 10-ന് ജംറയിൽ എറിയുക, സൂര്യൻ ഉദിച്ച ഉടനെ എറിയുക രാവിലെ. എന്നാൽ 11, 12, 13 ദിവസം മധ്യ സമയം എന്ന് പറഞ്ഞാൽ ളുഹറിന് ശേഷമാണ് നമ്മൾ എറിയേണ്ടത്. അത് പിന്നെ രാത്രി വരെ നമുക്ക് എറിയാൻ പറ്റും. മനസ്സിലായല്ലോ? 7 കല്ല് വീത എറിയേണ്ടത്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് എറിയേണ്ടത്. കല്ല് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ചെറിയ കല്ല്, ചെരുപ്പോ മറ്റൊന്നും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഏറുകളൊക്കെ കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഹാജിമാർ ചെയ്യേണ്ടത് അവർക്ക് 12-ന് മടങ്ങാം. 12-ന് കല്ലേറ് കഴിഞ്ഞ് പിന്നെ അവർക്ക് മിനയിൽ നിന്ന് മടങ്ങിയാൽ തവാഫ് ചെയ്തിട്ട് വിദാവിൻ്റെ തവാഫ് ചെയ്യൽ നിർബന്ധമാണ്. അത് കഴിഞ്ഞ് മടങ്ങാം. 13-ന് മടങ്ങാണ് ഏറ്റവും ഉത്തമം. 13-ന് കൂടെ ജംറയിൽ എറിഞ്ഞ് അന്ന് തവാഫ് ചെയ്ത് മടങ്ങാണ് ഏറ്റവും ഉത്തമം. ഖുർആനിൽ തന്നെ ഈ കാര്യം സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്. മനസ്സിലായല്ലോ? ഇതാണ് പ്രിയമുള്ളവരെ ഹജ്ജുമായി ബന്ധപ്പെട്ട അതിൻ്റെ കർമ്മങ്ങൾ. വളരെ ലളിതമാണ്. ഈ കാര്യങ്ങൾ പല ആളുകൾക്കും കൃത്യമായി അറിഞ്ഞുകൂടാ. എന്നിട്ട് ഹാജിമാർക്ക് വലിയ പ്രശ്നങ്ങളാണ്. ചില ആളുകൾ സമയം തെറ്റി കല്ലെറിയും. ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ഈ അടുത്ത് വാട്സപ്പിൽ വന്നൊരു കാര്യം എന്താ പറയുക, ബലികർമ്മ നിർബന്ധമാണ്. ബലികർമ്മമൊക്കെ ചെന്ന ഉടനെ തന്നെ ആളുകൾ ഹാജിമാരുടെ ക്യാമ്പിൽ വെച്ച് അറുത്തിട്ട് ഭക്ഷിക്കാന്നാ. അങ്ങനെയല്ല, ഇതിന് സമയമുണ്ട്. ഇപ്പം നമ്മൾ 2 റക്അത്ത് ഇപ്പം തന്നെ നമസ്കരിച്ചാൽ മതി. സുബൈ ബാങ്ക് കൊടുത്ത് നമസ്കരിക്കാൻ പറ്റുള്ളൂ, എന്നാലേ അള്ളാഹ് സ്വീകരിക്കുള്ളൂ. ഇപ്പം തന്നെ ചെയ്യാൻ പാടില്ലല്ലോ. നമസ്കാരത്തിൻ്റെ കാര്യമില്ല, ആ സമയത്ത് തന്നെ നിർവഹിക്കണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല സുന്നത്തനുസരിച്ച് ഇസ്ലാം പഠിപ്പിച്ചതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.